ഇന്നത്തെ കളി പ്രത്യേകിച്ച് റിവ്യൂ ചെയ്യാനൊന്നുമില്ല. ഞാൻ രാവിലെ തന്നെ പറഞ്ഞു ഇതൊരു വൺ സൈഡഡ് മാച്ച് ആവും ഉറപ്പാണ്. ചുമ്മാ മീഡിയ കൊടുക്കുന്ന ഹൈപ്പേ ഉള്ളൂ. അല്ലാണ്ട് പണ്ടത്തെ പോലെ ഇന്ത്യ, പാകിസ്ഥാൻ, സച്ചിൻ, അക്തർ അങ്ങനെയുള്ള പോരാട്ടം ഒന്നുമില്ല ഇപ്പോൾ. പിന്നെ അവരുടെ സ്പിന്നേഴ്സ് ആക്ച്വലി ഇന്ന് അത്യാവശ്യം നന്നായിട്ട് എറിഞ്ഞു. പക്ഷേ ഉസ്മാൻ താരിഖിനിട്ട് നമ്മുടെ സ്കൈ ഒരു 2 കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പുള്ളി അങ്ങനെ തലകുനിച്ച് ഇറങ്ങി പോകുമ്പോഴേ ഹിറ്റ് ചെയ്യാൻ പറ്റാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. പുള്ളി അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തെ മാച്ചിനൊക്കെ പോയപ്പോൾ പുള്ളിയെപ്പോലെ കാണികളെ കയ്യിലെടുക്കുന്ന അടിപൊളി ഭയങ്കര പാഷനേറ്റ് ആയ ഒരു പ്ലെയർ അല്ലേ. അപ്പം പുള്ളി അങ്ങനെ ഔട്ടായി പോയത് ഭയങ്കര വിഷമമായി പോയി. പക്ഷേ 200+ പോകണ്ടായിരുന്നു. ഇഷാൻ കിഷൻ്റെ ഒരു കിടിലൻ ഇന്നിങ്സ് സ്റ്റാർട്ട് കിട്ടിയിട്ട് ഹർദിക് പാണ്ഡ്യ എന്തോ ആ ഫസ്റ്റ് ബോളിൽ തന്നെ ഹിറ്റ് ചെയ്ത് പിന്നെ അങ്ങനെ കീറി മുറിച്ച് പരിശോധിക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാം നോക്കണമല്ലോ. പോസിറ്റീവായിട്ട് എടുക്കുന്നു. നമ്മൾ നല്ലൊരു മാർജിനിൽ ജയിച്ച് നമ്മുടെ ബോളേഴ്സിനൊന്നും ഫേസ് ചെയ്യാനുള്ള ബാറ്റിംഗ് അറ്റാക്ക് ഒന്നുമില്ല. പിന്നെ ബാബർ അസം ആണെങ്കിലും അഗെ ആണെങ്കിലും എന്ത് ഷോട്ടാണ് അടിക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ റെസ്പോൺസിബിളായിട്ട് കളിക്കാനുള്ള പ്ലേയേഴ്സ് ഒന്നും അവിടെ ഇല്ല. അങ്ങനെ കളി അവർ വീണ്ടും തോറ്റു. ഇനിയിപ്പോൾ ഒരു 50 കളി കളിച്ച് കഴിഞ്ഞാൽ 49 ഇന്ത്യ ജയിക്കുമെന്ന് ഏകദേശം നമുക്ക് വിശ്വാസമുണ്ട്. പിന്നെയും മീഡിയ കുറച്ച് ഹൈപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കും. പിന്നെ ഈ ഒരു കളിയാണ് 49 കഴിഞ്ഞുള്ളൊരു കളി എപ്പോഴെങ്കിലും അട്ടിമറി നടന്നാൽ നമ്മൾ അത്ര ഇറസ്പോൺസിബിളായിട്ട് കളിച്ചാൽ സംഭവിച്ചാലായി. അപ്പം ഇനിയുള്ള മാച്ചുകൾ ശരിക്കും ഈ മാച്ച് നമ്മുടെ സ്കോർ ഒരു 200+ പ്രതീക്ഷയെടുത്ത് അത്രയും വന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു ഡിഫറൻ്റ് ആയിട്ട് നടന്ന്. അല്ലാത്ത എല്ലാം ഓക്കെ. ഇന്ത്യൻ ബോളേഴ്സിനെ അബ്സല്യൂട്ട്ലി അടിപൊളിയായിട്ട് എറിഞ്ഞു. അവരെ പിന്നെ അവരുടെ ക്വാളിറ്റി പറയാതിരിക്കേണ്ടായല്ലോ. അപ്പം ഇന്നത്തെ മാച്ച് കഴിഞ്ഞു. സന്തോഷമായിട്ട് കിടന്നുറങ്ങാം. നമ്മൾ അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ല. അപ്രതീക്ഷിതമായി സംഭവിച്ചത് ഈ പറയുന്ന അവരുടെ സ്പിന്നേഴ്സിനെ കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഉസ്മാൻ താരിഖ് നന്നായിട്ട് എറിഞ്ഞു. പക്ഷേ പുള്ളി ഒരു ലെജൻഡറി സ്പിന്നർ ആവാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. പോസ് ചെയ്യുന്ന സമയത്ത് പുറകെ ചെന്നൊരു നമ്മളെ മറ്റേ സ്കൂളിലൊക്കെ മറ്റേ പിച്ചെന്ന് പറഞ്ഞൊരു പിച്ച് കൊടുക്കണം. അതോടെ ആ പോസ് നിർത്തണം. ആ പോസിലാണ് അവൻ്റെ പരിപാടി എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ